LDF വൈകിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. UDF നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിയോജകമണ്ഡലം തല യോഗം ചേർന്നു കഴിഞ്ഞു. പഞ്ചായത്തുകളിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും യോഗം ചേർന്നു. ഇന്ന് ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണ യോഗങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ നിലയിലും തയ്യാറെടുത്തു. നാളെ നോമിനേഷൻ, 2-ാം തീയതി വിപുലമായ കൺവെൻഷൻ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരു ഘട്ടം കഴിഞ്ഞു. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. മതിയായ ആത്മവിശ്വാസം. പാലക്കാട് നിന്ന് അവർ പാഠം പഠിച്ചു. ഫൈറ്റ് പ്രത്യേകിച്ച് കടുക്കാനൊന്നുമില്ല. രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ജനവിധിയായിരിക്കും. അത് ഞങ്ങൾ പാലക്കാട്ട് ആ വിധി സമ്പാദിച്ചു, പുതുപ്പള്ളിയിൽ ആ വിധി സമ്പാദിച്ചു, തൃക്കാക്കരയിൽ ആ വിധി സമ്പാദിച്ചു, ചേലക്കരയിലും അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകി. നിലമ്പൂരിൽ അതിശക്തമായ ജനവികാരം ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഫലിക്കും. ആ കാര്യത്തിൽ UDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഒടുവിൽ എന്ന വാക്കിന് പ്രത്യേക അർത്ഥമുണ്ടല്ലോ. ഒടുവിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് അത് പഠിച്ചു. ദാറ്റ്സ് ഓൾ. പുതിയ സാഹചര്യത്തിൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് മാറ്റമുണ്ടോ? സാഹചര്യം പഴയതൊക്കെ തന്നെയല്ലേ. വളരെ പോസിറ്റീവ്, വളരെ പോസിറ്റീവ്. UDFന് എപ്പോഴും ഗുണകരമായ വാർത്തകൾ തന്നെയാണ്. ഇത് വ്യക്തിഗത ചർച്ചകളല്ല, രാഷ്ട്രീയ മത്സരം തന്നെയാണ്. അക്കാര്യം എല്ലാ കാലത്തും UDF പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂര് ബൈ ഇലക്ഷൻ അതിന്റെ സാഹചര്യം കളമൊരുങ്ങിയപ്പോൾ തന്നെ ഇത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിചാരണയാണ്. ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ജനകീയ വിധിയാണ്. ആ വിധി ഞങ്ങൾ സമ്പാദിക്കും. ആ വിധിക്ക് വേണ്ടി ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുകയാണ്. ഞങ്ങളുടെ കേസ് ജനങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് അവതരിപ്പിക്കും. അവരെ അത് മനസ്സിലാക്കി സർക്കാരിനെതിരെ വിധി പ്രഖ്യാപിക്കും എന്ന് UDFന് നല്ല ആത്മവിശ്വാസമുണ്ട്. UDF കൺവീനറുമായി സംസാരിച്ചപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണി വരെയാണ് അൻവറിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സമയം അനുവദിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ. ദിസ് ഈസ് പോളിറ്റിക്സ്. ഞാൻ ഡോർ അടച്ചിട്ടില്ല. താങ്ക് യു. ആദ്യം പറഞ്ഞിരുന്ന ഇടത് സ്വതന്ത്രനിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി ചിഹ്നത്തിലേക്ക് വരുന്നതിന്റെ കാരണം അത് പാലക്കാട്ടെ അവരുടെ പാഠം പഠിച്ചതാണ്. അതായിരിക്കും.